ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന നദിയും സംസ്ഥാനവും. ദൂദ്സാഗർ വെള്ളച്ചാട്ടം മണ്ഡോവി നദിയിലാണ് ഗോവ സംസ്ഥാനത്ത്. ഗോവയിലെ മണ്ഡോവി നദിയിലാണ് ദൂദ്സാഗർ വെള്ളച്ചാട്ടം. ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഇന്ദ്രാവതി നദിയിലാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതി നദിയിലാണ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം. ദുവാന്തർ വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ നർമ്മദ നദിയിലാണ് ദുവാന്തർ വെള്ളച്ചാട്ടം. ദുധുമ വെള്ളച്ചാട്ടം മഹാകുണ്ട് നദിയിലാണ് ഒഡീഷ സംസ്ഥാനത്തിലാണ്. ഒഡീഷയിലെ മഹാകുണ്ട് നദിയിലാണ് ദുധുമ വെള്ളച്ചാട്ടം. കുറ്റാലം വെള്ളച്ചാട്ടം ചിറ്റാർ നദിയിലാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ ചിറ്റാർ നദിയിലാണ് കുറ്റാലം വെള്ളച്ചാട്ടം. ശിവസമുദ്രം വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ് കർണാടക സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടക സംസ്ഥാനത്തിലെ കാവേരി നദിയിലാണ് ശിവസമുദ്രം വെള്ളച്ചാട്ടം. കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് അടിത്തറ നൽകിയത് കേണൽ മൺറോ. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കേരളത്തിൽ അടിത്തറ നൽകിയത് കേണൽ മൺറോ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിയുടെ പ്രവർത്തന മേഖല മലബാർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിയുടെ പ്രവർത്തന മേഖല മലബാർ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചി ആൻഡ് തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചി ആൻഡ് തിരുവിതാംകൂർ. അന്ത്യോദയ അന്നയോജന 2000 ഡിസംബർ 25 രാജസ്ഥാനിലാണ് അന്ത്യോദയ അന്നയോജന നിലവിൽ വന്നത്. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ AB വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. പാവപ്പെട്ടവരുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികളിലൊന്നാണ് അന്ത്യോദയ അന്നയോജന. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് അന്ത്യോദയ അന്നയോജന നടപ്പിലാക്കിയത്. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നഗരപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് പ്രയോജനം. മാസം 35 കിലോ അരി 3 രൂപക്കും ഗോതമ്പ് 2 രൂപക്കും നൽകുന്നു. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ജില്ല ഹെയിലാകണ്ടി, ആസാം. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ജില്ല ഹെയിലാകണ്ടി, ആസാം. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത നഗരമാണ് ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് തസായി, താനെ ജില്ല, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലുള്ള തസായിയാണ് ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദക്ഷിണേന്ത്യൻ ഗ്രാമം ഇബ്രാഹിംപൂർ ആണ്. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപാണ് കരാങ്. മണിപ്പൂരിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപാണ് കരാങ്. കേരളത്തിലെ ആദ്യ കറൻസി രഹിത ജില്ലയാണ് മലപ്പുറം. കേരളത്തിലെ ആദ്യ കറൻസി രഹിത കളക്ടറേറ്റാണ് പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ കറൻസി രഹിത താലൂക്കാണ് സുൽത്താൻ ബത്തേരി.